നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കർക്കിടക രാശിയിലേക്കാണ് നമ്മുടെ സൂര്യന്റെ വരവ്. അപ്പൊ ആ മാസത്തിൽ ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് അവിടെ സൂര്യൻ നിൽക്കുകയും വ്യാഴം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വ്യാഴത്തിന്റെ കർക്കിടക രാശിയിലെ സൂര്യനും വ്യാഴവും കൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, പുരസ്കാരങ്ങള്, പിന്നെ അതേപോലെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ധനങ്ങള്, അംഗീകാരങ്ങൾ, പുരസ്കാരം എന്ന് വെച്ചാൽ അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ആണെങ്കിൽ വായനക്കാരുണ്ടാവാം, അതായത് രാമായണം വായന ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് നമ്മളെ പെട്ടെന്ന് ക്ഷണിക്കുകയും നമുക്ക് അവിടെ വെച്ചിട്ടൊരു ബഹുമാനം, പ്രീതി, ഒരു പുരസ്കാരം അങ്ങനെയൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഈ രാശിക്കാർക്ക് നല്ലൊരു സമയമാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്കിപ്പോ വ്യാഴം ശനീശ്വരൻ 9-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ 9-ലും ഭാഗ്യത്തെയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ വ്യാഴവും 9-ലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഇവര് എപ്പോഴും ഈ രാശിയിൽ പെടുന്ന നക്ഷത്രക്കാര് എപ്പോഴും ദൈവികമായിട്ട് ഈ ഒരു മാസം മുന്നോട്ട് പോവാം. പിന്നെ അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, ദേവീ ക്ഷേത്രത്തിൽ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. നമ്മളുടെ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ 2-ാം ഭാവാധിപനായിരിക്കുന്ന സൂര്യൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പൊ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ പുറത്തേക്ക് പോകേണ്ട കുട്ടികളാണെങ്കിലും ഒക്കെ അതിനൊക്കെ ഒരു മന്ദഗതി ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു മാസം വളരെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ബാങ്കിങ് മേഖലയിലായാലും എല്ലാതും നമ്മൾ വിചാരിക്കും ഈ ഒരു മാസം നമുക്കൊന്നും നടക്കില്ല എന്ന്. പക്ഷെ ഈ ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മുടങ്ങിക്കെടുക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർക്കിടക രാശിയിലാണ് വ്യാഴം നിൽക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ ബലവാനുമാണ്. അപ്പൊ അതുപോലെ വീട്ടിലെ പുതുക്കിപ്പണിയില് അതൊന്നും ഈ കർക്കിടക മാസത്തിൽ ആരും പുതുക്കിപ്പണിയിലൊക്കെ ചെയ്യാം. പക്ഷെ പുതിയ ഒരു വീട് പണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തില്ല. കർക്കിടക മാസത്തില് പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കി വെച്ച് ദക്ഷിണായനമാണ്, അത് ആരംഭ മാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ മാറ്റി ചിങ്ങത്തിലാണ് പുതിയ പുതിയ കാര്യങ്ങൾക്ക് സംരംഭങ്ങളൊക്കെ നടത്തുക. പക്ഷെ ഈ രാശിക്കാര്, കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മാസം വളരെ നല്ലൊരു മാസമായിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ അവർക്ക് 9-ലെ ശനിയാണ്. അപ്പോൾ 9-ലെ ശനിയാവുമ്പോൾ എപ്പോഴും ശിവക്ഷേത്രത്തിൽ പോവാം, ശിവന്റെ അമ്പലത്തിൽ പോയി ധാര കൊടുക്കുക, ശിവന് കൂവളമാലയിൽ അർച്ചന കൊടുക്കുക, കൂവളമാലയിൽ കൊണ്ട് അർച്ചന കൊടുക്കുക. ഇതൊക്കെ ഇവരെ ഭാഗ്യത്തെ ഏറ്റവും കൂടി കൂട്ടാനായിട്ട് സാധിക്കും. ഭാഗ്യഭാവമാണല്ലോ 9-ാം ഭാവം. അപ്പൊ അവർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ രാഹു ഉണ്ട് 9-ല്, അഷ്ടമത്തില്. അപ്പൊ രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പൊ ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാക്കും. ഞരമ്പ് സംബന്ധമായ രോഗം, സ്കിന്നിലെ രോഗങ്ങളെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ രോഗങ്ങളൊന്നും അല്ലാതെ ചെറിയൊരു രോഗമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് രാഹുവിന്റെ അമ്പലത്തിൽ പോവാ, അല്ലെങ്കിൽ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോകുമ്പോൾ സൂര്യന് പോലെ തന്നെ നവഗ്രഹങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പട്ടും പൂജയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മാസം ഏറ്റവും നല്ല അതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.